എടാ നീ എന്തൊരു ഭർത്താവാടേ? എടാ നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കടാ. അല്ല അവളിപ്പോ ജോലിക്ക് പോണ്ട കാര്യം തോന്നണാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ നീ വല്ലപ്പോഴൊക്കെ അവ അയച്ചു കൊടുക്കണം. എടാ നീ എന്തൊരു ഭർത്താവാടേ? കാര്യം എടാ വച്ചിട്ട് പോണേ ചുമ്മാ മനുഷ്യനെ നാണം കെടുത്തിക്കാനായിട്ട്. ആരോടാ ഇത്ര ദേഷ്യപ്പെടുന്നത്? അല്ല ഞാനേ നിന്റെ മരുമോനോടാ സംസാരിച്ചത്. ശിവനോടോ? ഓ എന്തിനാ? എടി ഈ പൈങ്കിളി ജോലിക്ക് പോകുന്നതിന് അവന് ഭയങ്കര എതിർപ്പ്. ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയത്, പക്ഷെ അവന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശിവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ചു മുന്നേ സ്വന്തം മകള് ജോലിക്ക് പോകാന്ന് പറഞ്ഞ അനുഗ്രഹം മേടിക്കാൻ വന്നപ്പോ നിങ്ങൾ അവളെ കളിയാക്കി വിട്ടതല്ലേ? അല്ലേ? എന്റെ അടുത്ത് വളച്ചു ചേർക്കരുത്. അതെ എനിക്ക് മനസ്സിലായി. ശിവൻ ജോലിക്കെന്ന് പറഞ്ഞ് കാസർഗോഡ് പോയി നിൽക്കുന്നു, അവളും കൊച്ചും ഇവിടെ നിൽക്കുന്നു. നാട്ടുകാർ എന്റെ അടുത്ത് വന്നല്ലേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. രണ്ടെണ്ണം തിരിച്ചു പറയണം. നാട്ടുകാർ അനാവശ്യം പറഞ്ഞാ തിരിച്ചു പറയാൻ നിനക്ക് പൈങ്കിളി ജോലിക്ക് പോകുന്നതിന് ഒരെതിർപ്പില്ലേ? ഒരെതിർപ്പില്ല. നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. പിന്നെ ഞാൻ കിടന്ന് തന്നിക്കുന്നതിന് അവള് ഭക്ഷണം കഴിച്ച് ചുമ്മാ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നതിൽ നല്ലതല്ലേ വല്ല ജോലിക്കും പോകുന്നത്? അയ്യോ അത് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാ. എടി അവളെ കൊണ്ട് എന്തെങ്കിലും വീട്ടു ജോലി നീ ചെയ്യിപ്പിക്കണമായിരുന്നു. അയ്യോ എനിക്ക് ഇത്തിരി കഴിവ് കുറവാ. നിപ്പി ഓന്തിന്റെ കൂട്ട് നിറം മാറുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് അത്രക്കില്ല നിങ്ങളുടെ അത്ര. നിങ്ങൾ പോയി ആ മക്കള് രണ്ടുപേരും കൂടെ ആദ്യത്തെ ദിവസമല്ലേ ഒന്ന് പമ്പി പോയി അന്വേഷിക്കേ. അയ്യോ ഉള്ള കുട്ടികളല്ലേ അംഗനവാടി പോയിരിക്കുന്നത്. മക്കള് മാമൻ കഴിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. മാമൻ കുടിച്ചോ ചായ കുടിച്ചോ എന്നല്ല, വർക്കൊക്കെ എങ്ങനെ പോകുന്നു, പൈസയുടെ ഒക്കെ ഇടപാടല്ലേ? ഇടപാടല്ലേ? നീ വേണേ പോയി തിരക്കണം, എനിക്ക് കുറെ പണിയുണ്ട് ഇവിടെ. ഇല്ലില്ല, ഞാൻ പക്ഷെ ഇപ്പൊ ഹൈസ്കോർ എടുക്കും. എടുത്തടാ ഞാൻ തന്നെ ഹൈസ്കോർ. കളി കഴിഞ്ഞിട്ട് ഒന്ന് പാടാ. ഒന്ന് മിണ്ടാണ്ട്. ഇവിടെ ഇങ്ങനെ പണി എടുക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നല്ലേ. ആരും വരായിരുന്നാ മതിയായിരുന്നു. വേണ്ട, ശമ്പളം ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന ജോലിയോട് കുറച്ച് ആത്മാർത്ഥ കാണിയിൽ ഉറക്കം. എനിക്ക് ഉറക്കത്തിനോട് നല്ല ആത്മാർത്ഥത ഉണ്ടല്ലോ. ഉറക്കത്തിനോട് നല്ല ആത്മാർത്ഥ ഉണ്ടെന്നോ? ആടാ, ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ കേട്ടാ. എടാ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോ 5 ഉറക്കം കഴിയേണ്ട സമയമായി. ഞാനേ ഇവിടെ ഇരുന്ന് ഉറങ്ങാം. നീ ആരെങ്കിലും വരുമ്പോ എനിക്കൊന്ന് സിഗ്നൽ തന്നാ മതി. ചേച്ചിയപ്പോ ഞാൻ വിളിച്ചു പറയും. ഒരാളെ ഉള്ളൂ. നീ ആ ഹിന്ദിക്കാരൻ പോയോ? അയ്യോ ഞങ്ങളിങ്ങനെ ആരെണ്ണ അടിക്കുന്നത്. സാർ ഉണ്ടായിരുന്നോ? മീമർത്തത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എക്സ്ട്രാ 2 പഴംപൊരി സാർ കഴിച്ചു. ഈ കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് സാധനം വാങ്ങിച്ചോണ്ട് വരുമ്പോഴേ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു സുഖമല്ലേ? അതെ അതെ, ഇനി ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാനും നല്ല സുഖമായിരിക്കും. അപ്പുറത്ത് പോയി എല്ലാരും കൂടെ ഷെയർ ചെയ്ത് അടി ഉണ്ടാക്കാതെ പോ. ഓരോന്നോരോന്ന് എടുത്തിട്ട് പോ. മക്കളെ വന്നോ? വിശക്കുന്നതിന് അമ്മ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടി. ഞങ്ങള് മേടിച്ചതാ. അതെ, ഇത് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് എന്റെ ശമ്പളം ഞാൻ ചെലവാക്കിയിട്ട് മിച്ചം വന്ന പൈസ അച്ഛൻ മേടിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണം. മക്കളെ ഞാനല്ല പിന്നെ ആരാടാ നിന്നെയൊക്കെ അനുഗ്രഹിക്കാനുള്ളത്? ഞാൻ ഇപ്പൊ കൂടി അവളോട് പറഞ്ഞോളൂ, നിങ്ങൾ പോയിട്ടു ഇതുവരെ കണ്ടില്ലല്ലോ, ആകെ ക്ഷീണിച്ചു പോടാ ഒറ്റ ദിവസം കൊണ്ട്. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ തള്ളും കേട്ടോണ്ട് നിൽക്കാതെ മക്കളെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ പോണ്ടേ രാവിലെ? അല്ലമ്മ നാളെ പോണ്ട, ഇനി 2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. 2 ആഴ്ച? അങ്ങനെ? അത് പിന്നെ തങ്കപ്പ സാറും ഫാമിലിയും കൂടെ 2 ആഴ്ചത്തേക്ക് UK ട്രിപ്പ് വന്നു. എടാ അങ്ങനെ പമ്പൊന്നും 2 ആഴ്ചത്തേക്ക് അടച്ചിടയൊന്നുമില്ല. അവിടെ കാര്യങ്ങളൊക്കെ മാനേജറൊക്കെ ഇല്ലേ? അയ്യോ അത് ശരിയാണല്ലോ സുമേ. എടി ലളിത, എനിക്ക് തോന്നണത് ഇവർ നൈസായിട്ട് പണി ഒഴിവാക്കിയതായിരിക്കും. കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. ഒഴിവാക്കിയതൊന്നും അല്ല ചാ, ആ മാനേജർക്ക് നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡെയിലി ഞങ്ങൾ പറഞ്ഞ ശമ്പളം 500 രൂപയായിരുന്നു. അതെ, ഇന്ന് പോകാൻ ഞങ്ങൾക്ക് 750 രൂപ. ഓ 500 പറഞ്ഞിട്ട് 750. ഇഷ്ടപ്പെട്ടില്ല. ഇത് സംഗതി അത് തന്നെ. ഇവരിനി ചെല്ലാതിരിക്കാൻ വേണ്ടി 750 കൊടുത്തങ്ങ് ഒതുക്കിയതാ, കോമ്പൻസേഷൻ ചെയ്തതാ. ഈ അച്ഛന് അസൂയാണ്, നീ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ. നീ വിളിക്കടാ. തങ്കപ്പ സാർ നമസ്കാരം, ഞാൻ സുമേഷാണ് പ്ലാവിലെ വീട്ടിൽ നിന്ന്. സാറേ സാറേ ഞാൻ വിളിച്ചതേ, സാറെന്തായാലും UK ട്രിപ്പ് പോവല്ലേ, അപ്പൊ പമ്പ അവിടെ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ട് സാറേ ഞങ്ങളുടെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു? ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ പൈങ്കിളിന്ന് കൊടുക്കാം. നിന്നോട് സംസാരിക്കാം. സാറിനെന്തോ ഹലോ സാർ,
അയ്യോ അത് ഞാനല്ല സാർ, സുമേഷാ. ഇല്ല സാർ, ഞങ്ങൾ ഇനി അടിയിടൂല. ഞാൻ മാത്രം വന്നാൽ. ഹലോ ഹലോ സാർ, ഹലോ സാർ, അത് പിന്നെ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞമ്മ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ പൈസ നീ തന്നെ വെച്ചോ. നാളെ ഒരു പണിയില്ലാതെ വെറുതെ തെണ്ടി തിരിഞ്ഞിരിക്കുമ്പോ നിനക്കാൾ ഇരട്ടിയായിട്ട് നീ വന്ന് എന്റെ അടുത്ത് ചോദിക്കും. നന്നായി വരട്ടെ, കൊടുക്കടി, പഴംപൊരി എടുത്ത് കൊടുക്ക്. സത്യത്തിൽ എന്തോ അടി സംഭവിച്ചത്? സത്യത്തെ പൃഥ്വിരാജമ്മ, അമ്മ ഇവള് പമ്പിയിൽ നിന്ന് ഉറങ്ങി ഇവിടെ പമ്പിയിൽ ഉറങ്ങിട്ട് ഡീസൽ അടിച്ചു കൊടുത്തതമ്മേ. അയ്യോ, ഞാൻ ഇവള് ഉറങ്ങിട്ട് ഞാൻ അറിവില്ലായ്മ കൊണ്ട് എടുത്ത് കൊടുത്തേ അമ്മ. പെട്ടെന്ന് ഡീസൽ നീ അറിയില്ല, നീ അങ്ങനെ ചെയ്യോ? പണിക്ക് വരും, വെറുതെ എന്നെ പിടിച്ച് പണിക്ക് കൊണ്ടുപോയി രണ്ടും കൊള്ളാം, രണ്ടും കണക്കാ. നീ കഴിക്കണ്ട, ഭക്ഷണമ്മ. കഴിക്കണ്ട. ജോലി പോയപ്പോ